വെൽക്കം ടു PSC വേൾഡ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 2023 ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അതിൻ്റെ 4ാമത്തെ ക്ലാസ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യ ചോദ്യം, പ്രമുഖ ഇന്ത്യൻ ടെന്നീസ് താരമായ ജയദീപ് മുഖർജിയുടെ ആത്മകഥയാണ് ക്രോസ് കോർട്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ക്രോസ് കോർട്ട് എന്ന ആത്മകഥ ആരുടെയാണ്? ജയദീപ് മുഖർജിയുടെയാണ്. അടുത്ത ചോദ്യം, 2023 മാർച്ചിൽ നമ്മൾ ഈ ഛത്തീസ്ഗഡ് ഉത്തരം വരുന്ന സമ്പാദ യോജന, അതായത് വൃക്ഷ സമ്പാദ യോജന പദ്ധതി, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ചോദ്യം കൊണ്ടാണ് നിർത്തിയത്. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2021 മാർച്ചിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഭാരത് 6G വിഷൻ ഡോക്യുമെന്റ് പ്രകാരം രാജ്യത്ത് 6G കമ്മ്യൂണിക്കേഷൻ സർവീസ് ആരംഭിക്കാൻ ലക്ഷ്യമിടുന്ന വർഷം 2030 മുതലാണ്. 2030 മുതൽ രാജ്യത്ത് 6G കമ്മ്യൂണിക്കേഷൻ സർവീസ് ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നു. അടുത്ത ചോദ്യം, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉൾപ്പെടെ മണ്ണിനടിയിലൂടെയുള്ള സംവിധാനങ്ങൾക്ക് നാശനഷ്ടം വരുത്തുന്നത് തടയാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് കോൾ ബിഫോർ യു ഡിഗ് ആപ്പ്. എന്താണ് കോൾ ബിഫോർ യു ഡിഗ് ആപ്പ്? എന്താണ് CBUD? അതായത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിള് ഉൾപ്പെടെ മണ്ണിനടിയിലൂടെയുള്ള സംവിധാനങ്ങൾക്ക് നാശനഷ്ടം വരുത്തുന്നത് തടയാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പാണ് കോൾ ബിഫോർ യു ഡിഗ്. അടുത്തത്, ഏഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് 2023 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്തത് ഉത്തരാഖണ്ഡിലെ ദേവസ്ഥലിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കരസേനയും വ്യോമസേനയും 2023 മാർച്ചിൽ നടത്തിയ സംയുക്ത സായുധാഭ്യാസ പ്രകടനമാണ് വായുപ്രഹാർ. എന്താണ് വായുപ്രഹാർ? അതായത് ഇന്ത്യയുടെ കരസേനയും വ്യോമസേനയും 2023 മാർച്ചിൽ നടത്തിയ സംയുക്ത അഭ്യാസ പ്രകടനമാണ് വായുപ്രഹാർ. അടുത്തത്, 2023 പുറത്തുവിട്ട വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് 126. 126ആണ്. 2024 126 തന്നെയാണ് ഇന്ത്യയുടെ റാങ്ക്. അതുപോലെ തന്നെ ഫിൻലൻഡ് ആണ് 1ാം സ്ഥാനത്ത്. ഏറ്റവും പിന്നിൽ 2024 ഹാപ്പിനെസ് റിപ്പോർട്ടിലെ ഏറ്റവും പിന്നിൽ അഫ്ഗാനിസ്ഥാനുമാണ്. 2023 മാർച്ചിൽ അറബിക്കടലിൽ ഇന്ത്യ ബ്രിട്ടീഷ് നാവികസേനകൾ നടത്തിയ അഭ്യാസമാണ് കൊങ്കൺ 2023. എന്താണ് കൊങ്കൺ 2023? ഇന്ത്യയും ബ്രിട്ടീഷ് നാവികസേനയും നടത്തിയ അഭ്യാസ പ്രകടനമാണ് കൊങ്കൺ 2023. അടുത്ത ചോദ്യം, ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ, നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡ് എന്നിവ ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ബോക്സൈറ്റ് സർട്ടിഫൈഡ് റഫറൻസ് മെറ്റീരിയലാണ് ബാർക്ക് B1201. എന്താണ് ബാർക്ക് B1201? ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ, നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡ് എന്നിവ ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ബോക്സൈറ്റ് സർട്ടിഫൈഡ് റഫറൻസ് മെറ്റീരിയലാണ്. അടുത്ത ചോദ്യം, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, ഡൽഹി എന്നിവയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ആരവല്ലി പർവ്വതനിരയുടെ 5 കിലോമീറ്റർ ബഫർ മേഖല ഹരിതഭമാക്കാനുള്ള പദ്ധതിയാണ് ആരവല്ലി ഗ്രീൻ വാൾ പ്രോജക്റ്റ്. എന്താണ് ആരവല്ലി ഗ്രീൻ വാൾ പ്രോജക്റ്റ്? ഏതൊക്കെ സംസ്ഥാനങ്ങൾ? ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, ഡൽഹി എന്നിവയോട് ചേർന്ന് കിടക്കുന്ന ആരവല്ലി പർവ്വതനിരയുടെ 5 കിലോമീറ്റർ ബഫർ മേഖലയെ ഹരിതാഭമാക്കാനുള്ള പദ്ധതിയാണെന്ത്? ആരവല്ലി ഗ്രീൻ വാൾ പ്രൊജക്ട്. അടുത്ത ചോദ്യം, 2023 മാർച്ച് 25 ISROയും ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും ചേർന്ന് വിക്ഷേപിച്ച ദൗത്യമാണ് വൺ വെബ് ഇന്ത്യ 2 മിഷൻ. എന്താണ് വൺ വെബ് ഇന്ത്യ 2 മിഷൻ? ISROയും ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും കൂടെ ചേർന്ന് 2023 മാർച്ച് 25 വിക്ഷേപിച്ച ദൗത്യമാണ് വൺ വെബ് ഇന്ത്യ 2 മിഷൻ. അടുത്തത്, വൺ വെബ് ഇന്ത്യ 2 മിഷൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ റോക്കറ്റാണ് LVM-3, അതായത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. അപ്പോൾ LVM-3 എന്ന റോക്കറ്റിലാണ് ഈ വൺ വെബ് ഇന്ത്യ 2 മിഷന് വിക്ഷേപിച്ചത്. കർണാലിലെ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഗീർ ഇനത്തിലെ പശുക്കിടാവിന് നൽകിയ പേരാണ് ഗംഗ. പരീക്ഷയ്ക്ക് ചോദിക്കാം അല്ലെ, ഈ ഗംഗ എന്ന ഏതിനം ജീവിയാണെന്ന് ചോദിക്കും. എന്താണ് ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത? ആരാണ്? കർണാലിലെ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഗീർ ഇനത്തിലെ പശുക്കിടാവാണെന്ത്? ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും ആഫ്രിക്ക ആർമികളുടെയും തലവന്മാരുടെയും സമ്മേളനമായ അഫ് ഇൻഡെക്സ്. എന്താണ് അഫ് ഇൻഡെക്സ്? 2023 നടന്നത് പൂനെയിലാണ് നടന്നത്. ഇന്ത്യയുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും, അതായത് ഇന്ത്യക്ക് ഇന്നുണ്ട്, ആഫ്രിക്കയുടെ AF, ഇന്ത്യയുടെ IN,
അതാണ് എഫ് ഇൻഡെക്സ് 2023 നടന്നത് പൂനെയിലാണ്. അടുത്തത് ഇന്ത്യയിൽ സ്പേസ് സിസ്റ്റം ഡിസൈൻ ലാബ് ഉദ്ഘാടനം ചെയ്തത് അഹമ്മദാബാദിലാണ്. ഇന്ത്യയിൽ സ്പേസ് സിസ്റ്റം ഡിസൈൻ ലാബ് ഉദ്ഘാടനം ചെയ്തത് അഹമ്മദാബാദിലാണ്. അടുത്തത് കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റിനെ ശക്തിപ്പെടുത്തലും സെക്കൻഡറി മാർക്കറ്റ് ലിക്വിഡിറ്റിയുടെ വളർച്ചയും ലക്ഷ്യമിട്ട് സെബി പ്രഖ്യാപിച്ച ഫണ്ടാണ് CDMDF. എന്താണ് CDMDF? അതായത് കോർപ്പറേറ്റ് ഡെറ്റ് മാർക്കറ്റ് ഡെവലപ്മെന്റ് ഫണ്ട് എന്നറിയപ്പെടും. എന്താണ് ചോദ്യം? കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റിനെ ശക്തിപ്പെടുത്തലും അതുപോലെ സെക്കൻഡറി മാർക്കറ്റ് ലിക്വിഡിറ്റിയുടെ വളർച്ചയും ലക്ഷ്യമിട്ട് സെബി പ്രഖ്യാപിച്ച ഫണ്ടാണെന്ത്? CDMDF അഥവാ കോർപ്പറേറ്റ് ഡെറ്റ് മാർക്കറ്റ് ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് നടത്തിയ ഉഭയകക്ഷി നാവികാഭ്യാസമാണ് സ്ലിനെക്സ്. എന്താണ് സ്ലിനെക്സ്? SLINEX 2023. ഇന്ത്യയും ശ്രീലങ്കയും, ശ്രീലങ്കയുടെ SL, ഇന്ത്യയുടെ IN, അതാണ് സ്ലിനെക്സ് 2023. അടുത്തത് ഇന്ത്യയിലെ ഏത് അന്വേഷണ ഏജൻസിയുടെ വജ്ര ജൂബിലി ആഘോഷങ്ങളാണ് 2023 ഏപ്രിൽ 3 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്? CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ. അടുത്ത നമുക്ക് ഈ കോളത്തിൽ കിടക്കുന്ന നോക്കാം. രാജ്യത്ത് 3167 കടുവകൾ അല്ലെ. രാജ്യത്തിന്റെ ദേശീയ മൃഗമായ കടുവയുടെ സംരക്ഷണാർത്ഥം സർക്കാർ ആരംഭിച്ച പ്രൊജക്ട് ടൈഗർ പദ്ധതിയുടെ 50ാം വാർഷിക ദിനത്തിൽ പുതിയ ദേശീയ കടുവ സെൻസസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. പുതിയ കണക്ക് പ്രകാരം രാജ്യത്തെ കടുവകളുടെ എണ്ണം 3167 ഉയർന്നു. മുൻ വർഷത്തേതിനെ അപേക്ഷിച്ച് 2022 200 കടുവകളുടെ വർധനവുണ്ടായി. കടുവ സംരക്ഷണത്തിൽ കേരളത്തിലെ പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രമാണെന്ത്? പെരിയാർ കടുവാ സങ്കേതമാണെന്ത്? രാജ്യത്ത് ഒന്നാമത്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. രാജ്യത്ത് ഒന്നാമത് നമ്മുടെ പെരിയാർ കടുവാ സങ്കേതമാണ്. 1973 ഏപ്രിൽ 1 കടുവകളുടെ വംശനാശ ഭീഷണി ഒഴിവാക്കാൻ പ്രൊജക്ട് ടൈഗർ തുടങ്ങുന്നത്. ഉത്തരാഖണ്ഡ് ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലെ ദിക്കാല റേഞ്ചിൽ പ്രൊജക്ട് ടൈഗർ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിലെ ആകെ കടുവകളുടെ എണ്ണം 1827 മാത്രമായിരുന്നു. അടുത്ത ചോദ്യം, 2023 ഭൗമശാസ്ത്ര സൂചിക പദവി ലഭിച്ച ജമ്മു കാശ്മീരിലെ പെയിന്റിംഗ് ആണെന്ത്? ബഷോലി പെയിന്റിംഗ്. പരീക്ഷയ്ക്ക് ചോദിക്കും. ബഷോലി പെയിന്റിംഗ് ഇന്ത്യയിലെ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എവിടെയാണ്? ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2023 മാർച്ചിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളെ ആക്രമിച്ച മാൽവെയർ ആണ് റാക്കൂൺ സ്റ്റീലർ എന്ന് പറയുന്ന മാൽവെയർ ആണെന്ത്? 2023 കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളെ ആക്രമിച്ച മാൽവെയർ. എന്താണ്? റാക്കൂൺ സ്റ്റീലർ. അടുത്തത്, അനാഥരും നിരാലംബരുമായവർക്ക് മെച്ചപ്പെട്ട ജീവിതവും മികച്ച വിദ്യാഭ്യാസവും ലക്ഷ്യമിട്ട് സുഖ് ആശ്രയ യോജന അവതരിപ്പിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. എന്താണ്? സുഖ് ആശ്രയ യോജന അവതരിപ്പിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ആർക്കാണ്? അനാഥരും നിരാലംബരുമായവർക്ക് മെച്ചപ്പെട്ട ജീവിതവും മികച്ച വിദ്യാഭ്യാസവും ലക്ഷ്യമിട്ട് സുഖ് ആശ്രയ യോജന. ആരാണ്? ഹിമാചൽ പ്രദേശ്. അടുത്തത്, ഗ്രാമീണ മേഖലയുടെ സ്വയം പര്യാപ്തതയും സമൃദ്ധിയും ലക്ഷ്യമിട്ട് 2023 ഏപ്രിൽ കേന്ദ്ര സർക്കാർ തുടക്കമിട്ട പദ്ധതിയാണ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം. പേരിൽ തന്നെ ഉണ്ടല്ലേ, ഗ്രാമീണ മേഖലയുടെ സ്വയം പര്യാപ്തതയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണെന്ത്? വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം. അടുത്തത്, പിഴത്തുകയും ജാമ്യത്തുകയും അടയ്ക്കാൻ നിർവാഹമില്ലാത്ത നിർധനരായ കാരാഗൃഹവാസികളെ സഹായിക്കാനായി 2023 ഏപ്രിലിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണെന്ത്? സപ്പോർട്ട് ഫോർ പുവർ പ്രിസണേഴ്സ്. എന്താണ്? സപ്പോർട്ട് ഫോർ പുവർ പ്രിസണേഴ്സ്. അപ്പോൾ കാരാഗൃഹവാസികൾക്കായിട്ടുള്ള ഒരു പദ്ധതിയാണെന്ത്? സപ്പോർട്ട് ഫോർ പുവർ പ്രിസണേഴ്സ് എന്നുള്ളത്. അടുത്തത്, 6ാമത് ഹോളിവുഡ് ക്രിട്ടിക് അസോസിയേഷന്റെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമയാണ് RRR. എന്താ ചോദ്യം? വളരെ ഇമ്പോർട്ടന്റ് ആണ്. 6ാമത് ഹോളിവുഡ് ക്രിട്ടിക്സ് അസോസിയേഷന്റെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമയാണ് എന്ത്? RRR. അടുത്തത്, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് നഗരത്തിന് നൽകിയ പുതിയ പേരാണ് ഛത്രപതി സാംഭാജി നഗർ. സാംഭാജി നഗർ എന്ന പേരിലായിരിക്കും ഇനി മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് അറിയപ്പെടുന്നത്. അടുത്തത്, പരീക്ഷാകാലത്ത് കുട്ടികളിലെ മാനസിക സംഘർഷം ലഘൂകരിക്കാനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ സൗജന്യ കൗൺസിലിംഗ് സംവിധാനമാണ് മനോദർപ്പൺ. എന്താണ്? മനോദർപ്പൺ. പരീക്ഷക്കാലത്ത് കുട്ടികളിലെ മാനസിക സംഘർഷം ലഘൂകരിക്കാനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ സൗജന്യ കൗൺസിലിംഗ് സംവിധാനമാണെന്ത്? മനോദർപ്പൺ. അടുത്തത്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷൻ ആരാണ്? മാധവ് കൗശിക്. ആരാണ്? മാധവ് കൗശിക്.
കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷനാണ് ആര്? മാധവ് കൗശിക്. അടുത്തത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരം ഏതാ? ബംഗളൂരു ആണ്. അടുത്തത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറപ്പെടുവിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദിയാണ് ചെന്നൈയിലെ കൂവം നദി. ചെന്നൈയിലെ കൂവം നദി. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറപ്പെടുവിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കൂവം നദി. ചെന്നൈയിലാണ്. രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യ UK അച്ചീവേഴ്സ് പുരസ്കാരം എന്ത്? ഇന്ത്യ UK അച്ചീവേഴ്സ് പുരസ്കാരം നേടിയത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ആർക്കാ കിട്ടിയത്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. എന്താ കിട്ടിയത്? ഇന്ത്യ UK അച്ചീവേഴ്സ് പുരസ്കാരം. എന്തിനാ? രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യ UK അച്ചീവേഴ്സ് പുരസ്കാരം ഡോക്ടർ മൻമോഹൻ സിംഗിന് ലഭിച്ചു. അടുത്തത് രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിലെ സ്ത്രീ പുരുഷ ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് കേരളം. ഒന്നുകൂടെ, രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിലെ സ്ത്രീ പുരുഷ ഇൻഡെക്സിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് കേരളം. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ. ഏത് എക്സ്പ്രസ് വേ? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. എന്താണ്? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ. ഇതിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം 2023 ഫെബ്രുവരിയിൽ നടന്നു. എന്താണ് എക്സ്പ്രസ് വേയുടെ പേര്? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ആണ്. അടുത്തത് 2023 പത്മശ്രീ നേടിയ വയനാട്ടിലെ പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകനാണ് ആര്? ചെറുവയൽ രാമൻ. ചെറുവയൽ രാമൻ ഒരു പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകനായി ആണ്. അദ്ദേഹത്തിനാണ് 2023 പത്മശ്രീ കിട്ടിയത്. അടുത്തത് 2023 പത്മശ്രീ പുരസ്കാരം നേടിയ കേരളത്തിലെ കളരിപ്പയറ്റ്. അപ്പൊ കേരളവുമായി ബന്ധപ്പെട്ട് പത്മശ്രീ നേടിയ രണ്ടുപേരുടെ പേര് നമ്മൾ പറയുന്നു. അപ്പൊ കളരിപ്പയറ്റ് ആചാര്യൻ ആരാണ്? SRD പ്രസാദ് ആണ്. SRD പ്രസാദ് കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെൽവിത്ത് സംരക്ഷകനാണ് ആര്? ചെറുവയൽ രാമൻ. ഇപ്പൊ 2023 കാര്യമാണ് ഇത് പറയുന്നത്. 2024 കൊടുത്തു കഴിഞ്ഞു. ഇത് 2023 നമ്മൾ ഇയർ അണ്ടർ 2023 കംപ്ലീറ്റ് കാര്യം പറയുന്നതുകൊണ്ടാണ് ഈ 23 കാര്യം മാത്രം പറഞ്ഞു പോകുന്നത്. 24 കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഒപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പുതിയ പേരെന്താണ്? അമൃത് ഉദ്യാൻ. അമൃത് ഉദ്യാൻ എന്നാണ് നമ്മുടെ മുഗൾ ഗാർഡന്റെ പുതിയ പേര്. അടുത്തത് 2023 ജനുവരി 29 പോലീസുകാരന്റെ വെടിയേറ്റ് മരിച്ച നബകിഷോർ ദാസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നബകിഷോർ ദാസ് ഏത് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു? ഒഡീഷയിലാണ് ഇങ്ങനെ ഒരു നബകിഷോർ ദാസ് എന്ന ഒരു ആരോഗ്യമന്ത്രി ഒരു പോലീസുകാരന്റെ വെടിയേറ്റ് മരിച്ചത്. എവിടെയാണ്? ഒഡീഷയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഉള്ള ശ്രീ സിദ്ധരൂത സ്വാമി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലെ ഹുബ്ബള്ളിയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം ഉള്ള ശ്രീ സിദ്ധരൂത സ്വാമി റെയിൽവേ സ്റ്റേഷനാണ് അത് കർണാടകത്തിലെ ഹുബ്ബള്ളിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ് സൽഹൌതു നാവോ ക്രൂസെ? എന്താ പേര്? സൽഹൌതു നാവോ ക്രൂസെ. എവിടത്തെയാണ്? നാഗാലാൻഡിലെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ്. അടുത്തത് 2023 മാർച്ചിൽ പാറ്റ്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ മലയാളി ആരാണ്? ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ. ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എവിടത്തെ ചീഫ് ജസ്റ്റിസ് ആയാണ് ചുമതലയേറ്റത്? പാറ്റ്ന ഹൈക്കോടതിയിലെ. അദ്ദേഹം മലയാളിയാണ്. എന്താ പേര്? ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ. പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. എന്താണ്? പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിലെ നൊബേൽ സമ്മാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എവിടത്തെയാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിലെ നൊബേൽ സമ്മാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്റർനാഷണൽ പ്രൈസ് നേടിയ ഇന്ത്യക്കാരനാണ് CR റാവു. ആരാണ്? CR റാവു. എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്റർനാഷണൽ പ്രൈസ് നേടിയ ഇന്ത്യക്കാരനാണ് CR റാവു. അടുത്തത് നദിക്കടിയിലെ തുരങ്കത്തിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ സർവീസ് നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്കടിയിലാണ്. എന്ത് ചോദ്യം? അതായത് നദിക്കടിയിലെ തുരങ്കത്തിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ സർവീസ് അണ്ടർ വാട്ടർ മെട്രോ അല്ലെ കൊൽക്കത്തയിലാണ്, ഹൂഗ്ലി നദിക്കടിയിലാണ്. അടുത്തത്
ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ജീവചരിത്രം പ്രതിപാദിക്കുന്ന ഫ്രം ട്രൈബൽ ഹിൻഡർലാൻഡ് ടു റൈസിന ഹിൽസ് പുസ്തകം നമുക്ക് പരിചയമുണ്ട്. പക്ഷെ ഇത് ആരാണ് എഴുതിയത്? കസ്തൂരി റായി ആണ്. ആരാ എഴുതിയത്? കസ്തൂരി റായി. അടുത്ത ചോദ്യം, ഡോക്ടർ BR അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദിലാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് അല്ലെ. ഹൈദരാബാദിലാണ് അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. രാജ്യത്തെ മികച്ച കടുവാ സങ്കേതത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ കേരളത്തിലെ കടുവാ സങ്കേതമാണ് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രം. അടുത്തത്, രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് കൊച്ചിയിലാണ്. കൊച്ചി വാട്ടർ മെട്രോ അല്ലെ. അടുത്തത്, കേരളത്തിന് ആദ്യമായി അനുവദിച്ച വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് രാജ്യത്തെ എത്രാമത്തേതായിരുന്നു? 13ാമത്തെ. പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. 13ാമത്തെയാണ് നമ്മുടെ കേരളത്തിന് അലോട്ട് ചെയ്ത വന്ദേ ഭാരത് ട്രെയിൻ സർവീസ്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ, എവിടെയാണ്? സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. കാവേരി എവിടെയാണ്? സുഡാനിലാണ് അല്ലെ. സുഡാനിലെ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷനാണ് എന്ത്? ഓപ്പറേഷൻ കാവേരി. അടുത്തത്, ബംഗാൾ ഉൾക്കടലിൽ 2023 മെയ്യിൽ രൂപമെടുത്ത ചുഴലിക്കാറ്റാണ് മോഖ അല്ലെങ്കിൽ മോച്ച. ചുഴലിക്കാറ്റുമായി മാത്രം ചുഴലിക്കാറ്റിന്റെ കാര്യം മാത്രം പറയുന്ന ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ അത് കാണാത്തവര് ബാക്കി ചുഴലിക്കാറ്റുകൾ കൂടി അത് അനുബന്ധ വിവരങ്ങളോട് പഠിച്ചെടുക്കുക ആ ക്ലാസ് കണ്ടിട്ട്. അടുത്തത്, 2023 ജനുവരിയിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട കാൽവാരി ശ്രേണിയിലെ 5ാമത്തെ അന്തർവാഹിനിയാണ് ഇത്? INS വാഗർ. ഏതാണ്? INS വാഗർ ഒരു അന്തർവാഹിനിയാണ്. കൽവാരി ശ്രേണിയിലെ 5ാമത്തെ അന്തർവാഹിനിയാണ് അല്ലെ. അടുത്തത്, തദ്ദേശീയമായി നിർമ്മിച്ച INS വാഗർ ഏത് കപ്പൽശാലയിലാണ് നിർമ്മിച്ചത്? മസഗോൺ കപ്പൽശാല. മഹാരാഷ്ട്രയിലെ മസഗോൺ കപ്പൽശാലയിലാണ് ഏത്? നമ്മുടെ INS വാഗർ നിർമ്മിച്ചത്. അടുത്ത ചോദ്യം, ചെറിയ ഉപഗ്രഹങ്ങളെ കുറഞ്ഞ ചിലവിൽ വിക്ഷേപിക്കാനായി ISRO രൂപകൽപ്പന ചെയ്ത ഹ്രസ്വദൂര റോക്കറ്റാണ്. ചെറിയ ഉപഗ്രഹങ്ങളെ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കാനായിട്ട് ISRO രൂപകൽപ്പന ചെയ്ത ഹ്രസ്വദൂര റോക്കറ്റാണ് ഇത്? നമ്മുടെ SLV-D2 എന്ന് പറയും. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അതായത് SSLV-D2. ഇതാണ് SSLV-D2. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ലിഥിയത്തിന്റെ വൻ നിക്ഷേപം കണ്ടെത്തിയ പ്രദേശമാണ് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ. അപ്പൊ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ലിഥിയം പ്ലാന്റ് വരുന്നുണ്ടല്ലേ, അവിടെ ഈ നിക്ഷേപം, അതായത് ലിഥിയത്തിന്റെ നിക്ഷേപം കണ്ടെത്തിയത്. അടുത്തത്, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട MP-മാരിൽ നിന്ന് രാജ്യസഭയുടെ ഉപാധ്യക്ഷയാകുന്ന ആദ്യ അംഗമാണ് ആര്? PT ഉഷ. എന്താ ചോദ്യം? ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോ. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട MP-മാരിൽ നിന്ന് രാജ്യസഭയുടെ ഉപാധ്യക്ഷയാകുന്ന ആദ്യ അംഗമാണ് ആര്? PT ഉഷ. അടുത്തത്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കീഴിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി ആരുടെ കീഴില്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കീഴിൽ. എവിടെയാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചത് കർണാടകയിലെ തുമകുരുവിലാണ്. തുമകുരു ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി കർണാടകയിലെ തുമകുരുവില്. അടുത്തത്, 2023 ഏപ്രിലിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടി അംഗീകാരം നൽകിയ രാഷ്ട്രീയ കക്ഷിയാണ് ആം ആദ്മി പാർട്ടി. 3 പേർക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടിരുന്നു. ആം ആദ്മി പാർട്ടിക്ക് പുതുതായി കിട്ടിയിരുന്നു. മൊത്തം ഇന്ത്യയിലെ 6 ദേശീയ പാർട്ടികളാണുള്ളത്. ഇതെല്ലാം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട 3ാമത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു കോളത്തിൽ കിടപ്പുണ്ട്. അതിൽ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും എന്തൊക്കെ മാനദണ്ഡമാണ് ഒരു ദേശീയ പാർട്ടി അംഗീകരിക്കാനുള്ള കാര്യങ്ങൾ അതെല്ലാം വിശദമാക്കുന്നുണ്ട്. അപ്പൊ ഇതിന് തൊട്ട് മുന്നേയുള്ള 3ാമത്തെ കറണ്ട് അഫയേഴ്സിന്റെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എല്ലാവരും കാണുക. അത് വ്യക്തമായി തന്നെ പഠിക്കുക. അടുത്തത്, 2023 ഏപ്രിൽ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ CPI, തൃണമൂൽ കോൺഗ്രസ്, NCP. ഇതും അതിൽ പറയുന്നുണ്ട്. തൊട്ട് മുന്നത്തെ ക്ലാസ് CPI, തൃണമൂൽ കോൺഗ്രസ്, NCP. ആർക്കാ കിട്ടിയത്? ആം ആദ്മി പാർട്ടിക്ക് കിട്ടി. 3 പേർക്ക് പോയി അല്ലേ. അടുത്തത്, G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായി കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത്? കുമരകം. അടുത്തത്, ജനസംഖ്യയിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തിയതായിട്ട് 2023 ഏപ്രിൽ 19 റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടനയാണ് UN പോപ്പുലേഷൻ ഫണ്ട്. അത് ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള ഒരു സംഘടനയാണ്. എന്ത്? UN പോപ്പുലേഷൻ ഫണ്ട്. ഇവരാണ് കണ്ടുപിടിച്ചത് അല്ലെ. 2023 ഏപ്രിൽ 19 ഇവരൊരു റിപ്പോർട്ട് ഇറക്കി. അതായത് ചൈനയെ മറികടന്ന് നമ്മൾ ഏറ്റവും മുന്നിലെത്തി ജനസംഖ്യയിൽ. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അടുത്തത്, കർണാടകത്തിലെ 24ാമത്തെ മുഖ്യമന്ത്രി. കർണാടകയിലെ 24ാമത്തെ മുഖ്യമന്ത്രി ആരാണ്? സിദ്ധരാമയ്യ. നിലവിലെ സിദ്ധരാമയ്യയാണ് കർണാടക മുഖ്യമന്ത്രി. അപ്പൊ കർണാടക സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രി ആരാണ്? DK ശിവകുമാർ. DK ശിവകുമാർ ആണ് കർണാടകയുടെ പുതിയ ഉപമുഖ്യമന്ത്രി.
അടുത്തത് ഭാരതീയ റിസർവ് ബാങ്ക് പിൻവലിക്കുന്നതായി 2023 മെയ്യിൽ പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ ഏത് കറൻസി നോട്ടാണ്? 2000 രൂപ നോട്ട് അല്ലെ? 2000 രൂപ നോട്ട് 2023 മെയ്യിൽ പിൻവലിക്കുന്നതായിട്ട് നമ്മുടെ റിസർവ് ബാങ്ക് പ്രഖ്യാപനം കൊണ്ടുവന്നു. അടുത്തത് ഗുസ്തി താരങ്ങൾ ഡൽഹിയിൽ നടത്തിയ സമരത്തിൽ പ്രധാന പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ആരായിരുന്നു? ബ്രിജ് ഭൂഷണെതിരെയാണ് ഗുസ്തി താരങ്ങള് സമരം നടത്തിയത് ഡൽഹിയിൽ അല്ലെ? അദ്ദേഹത്തിന്റെ പേര് ബ്രിജ് ഭൂഷൺ എന്നായിരുന്നു. അടുത്തത് ഓസ്ട്രേലിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓസ്ട്രേലിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ലഭിച്ച ഇന്ത്യൻ വ്യവസായി ആരാണ്? രത്തൻ ടാറ്റയാണ്. രത്തൻ ടാറ്റ ഇദ്ദേഹത്തിന് അടുത്തിടെ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയിൽ ഒന്നാണ് ഇത്, ഓസ്ട്രേലിയൻ സർക്കാർ കൊടുത്ത ഓസ്ട്രേലിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം. ആർക്കാണ്? രത്തൻ ടാറ്റ. അടുത്തത് 2023 മെയ്യിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBIയുടെ ഡയറക്ടറായിട്ട് നിയമിതനായ ആരാണ്? പ്രവീൺ സൂദ്. CBIയുടെ നിലവിലെ ഡയറക്ടറാണ് പ്രവീൺ സൂദ്. അടുത്തത് 2023 മെയ്യിൽ കേന്ദ്ര നിയമമന്ത്രി. ഈ അടുത്ത രണ്ട് ചോദ്യം നമുക്ക് 2024 കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് ഇത് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് അല്ലേ, നമ്മുടെ പുതിയ മന്ത്രിസഭയുടെ വകുപ്പുകളും കാര്യങ്ങളും എല്ലാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആസാദി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആസാദി എന്ന ലേഖന സമാഹാരത്തിന് 45ാമത്തെ യൂറോപ്യൻ എസ്സേ പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരിയാണ് അരുന്ധതി റോയ്. അരുന്ധതി റോയ്ക്ക് എന്താ കിട്ടിയത്? 45ാമത് യൂറോപ്യൻ എസ്സേ പുരസ്കാരം കിട്ടി. എന്തിനാണ് കിട്ടിയത്? ആസാദി എന്ന ലേഖന സമാഹാരത്തിനാണ് കിട്ടിയത്. അടുത്തത് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം. 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്ര മോദിയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്ര മോദിയാണ്. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ കോളത്തിൽ വിശദമായിട്ട് ലോക്സഭയും രാജ്യസഭയും അതുപോലെ തന്നെ അംഗങ്ങൾ, അതുപോലെ തന്നെ സീറ്റുകൾ, കാര്യങ്ങൾ അതെല്ലാം വിശദമാക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ക്ലാസ് നന്നായിട്ട് കാണുക. കറണ്ട് അഫയേഴ്സിന്റെ 3ാമത്തെ ക്ലാസ്. അപ്പോൾ അടുത്ത ചോദ്യം, ത്രികോണാകൃതിയിലുള്ള പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയത് ടാറ്റ പ്രൊജക്ട്സ് ആണ്. ആരാണ്? ടാറ്റ പ്രൊജക്ട്സ്. അടുത്തത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജീവിച്ച തീൻമൂർത്തി ഭവനിലെ നെഹ്റു സ്മാരക മ്യൂസിയം ആൻഡ് ലൈബ്രറി പുതിയ പേരെന്താണ്? പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്ന പേരിൽ ഇനി മുതൽ അറിയപ്പെടും. എന്താണ്? പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി. അതായത് നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു ജീവിച്ച തീൻമൂർത്തി ഭവനിലെ നെഹ്റു സ്മാരക മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരെന്താണ്? പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2021 ഗാന്ധി പീസ് പ്രൈസിന് അർഹമായ ഗോരഖ്പൂരിലെ സ്ഥാപനമാണേത്? ഗീതാ പ്രസ്സിനാണ് 2021 ഗാന്ധി പീസ് പ്രൈസ് കിട്ടിയത്. അടുത്തത് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ജാവേദ് അക്തറിന്റെ ജീവിതം അടിസ്ഥാനമാക്കി അരവിന്ദ് മണ്ഡലോയ് എഴുതിയ പുസ്തകമാണ് ജാദുനാമ. ആരുടെ ജീവിതം ആസ്പദമാക്കിയുള്ള ഒരു പുസ്തകമാണ്? അതായത് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ജാവേദ് അക്തറിന്റെ ജീവിതം അടിസ്ഥാനമാക്കിയുള്ള ഒരു പുസ്തകമാണ് ജാദുനാമ. അടുത്തത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയിലെ ആദ്യത്തെ എയർഫോഴ്സ് ഹെറിറ്റേജ് സെന്റർ. എന്താണ്? എയർഫോഴ്സ് ഹെറിറ്റേജ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് ചണ്ഡീഗഡിലാണ്. എയർഫോഴ്സ് ഹെറിറ്റേജ് സെന്റർ എവിടെയാണ്? ചണ്ഡീഗഡിലാണ്. ട്രാഫിക് ജാം പരിഹരിക്കാനായി 1 മിനിറ്റ് ട്രാഫിക് ലൈറ്റ് പ്ലാൻ. എന്താണ്? 1 മിനിറ്റ് ട്രാഫിക് ലൈറ്റ് പ്ലാൻ നടപ്പാക്കിയത് ഏത് നഗരത്തിലാണ്? ഷിംലയിലാണ് ട്രാഫിക് ജാം പരിഹരിക്കാനായിട്ട് 1 മിനിറ്റ് ട്രാഫിക് ലൈറ്റ് പ്ലാൻ നടപ്പിലാക്കിയത്. അടുത്തത് കേന്ദ്ര സർക്കാർ 2023 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച ഉത്തരാഖണ്ഡിലെ ക്ഷേത്രമാണ് തുംഗനാഥ് ക്ഷേത്രം. എന്താണ്? തുംഗനാഥ് ക്ഷേത്രം. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും? കേന്ദ്ര സർക്കാർ 2023 മാർച്ചില് അല്ലെങ്കിൽ 2023 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച തുംഗനാഥ് ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കും. ഉത്തരം ഏതാണ്? ഉത്തരാഖണ്ഡിലാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ പോഡ് ടാക്സി സർവീസ് ആരംഭിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോഡ് ടാക്സി സർവീസ് ആരംഭിക്കുന്നത്. അടുത്തത് 2023 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്, അതാണ് മോക്ക അല്ലെങ്കിൽ മോച്ച. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട മാത്രമുള്ള ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം 2021, 22, 23 വർഷങ്ങളായി നടന്ന പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും ആ ക്ലാസ് കയറി എല്ലാവരും കാണുക. അപ്പോൾ അടുത്ത ചോദ്യം, ഏത് മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയവരെ ആദരിക്കാനാണ് ഗോവിന്ദ് സ്വരൂപ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഏർപ്പെടുത്തിയത്? ആസ്ട്രോണമി.
അപ്പോൾ അസ്ട്രോണമി എന്താണ്? ഗോവിന്ദ് സ്വരൂപ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നു? അസ്ട്രോണമി. അടുത്തത് വിവിധ ബാങ്കുകളിൽ ഓരോ ജില്ലയിലുമുള്ള ഏറ്റവും ഉയർന്ന 100 അൺക്ലെയിംഡ് നിക്ഷേപങ്ങൾ 100 ദിവസത്തിനുള്ളിൽ തീർപ്പുണ്ടാക്കുവാനായി റിസർവ് ബാങ്ക് ആരംഭിച്ച ക്യാമ്പയിനാണ് 100 days 100 pace. 100 days 100 pace. എന്താണ്? വിവിധ ബാങ്കുകളിൽ ഓരോ ജില്ലയിലുമുള്ള ഏറ്റവും ഉയർന്ന 100 അൺക്ലെയിംഡ് നിക്ഷേപങ്ങളിൽ 100 ദിവസത്തിനുള്ളിൽ തീർപ്പുണ്ടാക്കുവാനായി റിസർവ് ബാങ്ക് ആരംഭിച്ച ക്യാമ്പയിനാണ് 100 days 100 pace. അടുത്തത് 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ നടന്നത് തിരുവനന്തപുരത്താണ്. 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ നടന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയുടെ 2ാം തലമുറയിൽപ്പെട്ട നാവിഗേഷൻ ഉപഗ്രഹങ്ങളിൽ ആദ്യത്തേത് ഏതാണ്? ഇന്ത്യയുടെ 2ാം തലമുറയിൽപ്പെട്ട നാവിഗേഷൻ സാറ്റലൈറ്റ് അതിൽ ആദ്യത്തേത് ഏതാണ്? അത് 2023 മെയ് 29 വിക്ഷേപിച്ചു. അതാണ് NVS-01. NVS പേരിൽ തന്നെയുണ്ട്, NVS നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. ഇതെന്താണ്? ഇന്ത്യയുടെ 2ാം തലമുറയിൽപ്പെട്ട നാവിഗേഷൻ ഉപഗ്രഹങ്ങളിൽ ആദ്യത്തേതാണ് അല്ലെ, NVS-01. ഇത് 2023 മെയ് 29 വിക്ഷേപിച്ചത്. അടുത്തത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട യുവജന പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുവാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് മേരി ലൈഫ്. എന്താണ്? മേരി ലൈഫ്. എന്താണ്? കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട യുവജന പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുവാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് എന്ത്? മേരി ലൈഫ്. മേരി ലൈഫ് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഓർത്തിരിക്കണം കേട്ടോ. അടുത്തത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പാക്കലും പിന്തുണയും വിലയിരുത്തുവാനായിട്ട് UGC ആരംഭിച്ച പോർട്ടലാണ് ഉത്സാഹ് പോർട്ടൽ. UTSAH ഉത്സാഹ് പോർട്ടൽ. ഞാൻ ഈ സ്പെല്ലിങ് ഈ ഉത്സാഹ് UTSAH എന്നൊക്കെ വായിക്കുമ്പോൾ കേൾക്കുന്നവരായിരിക്കും ഇയാളെന്തോ ഈ ഞങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടെ, അല്ലെങ്കിൽ ഈ ഉത്സാഹ് UTSAH എന്നൊക്കെ വായിക്കുന്നതായിരിക്കും. അത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും മൊബൈലിൽ തന്നെ ഈ വായിക്കുന്ന അനുസരിച്ച് മൊബൈലിൽ തന്നെ നോക്കിയിരിക്കണമെന്നില്ല. അപ്പം അല്ലാതെ ക്ലാസ് സ്പീക്കർ വെച്ച് അങ്ങനെ കേട്ട് പഠിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ കൂടുതലും ഈ സ്പെല്ലിങ് പറയുന്നത്. എന്താണ്? ഉത്സാഹ് UTSAH പോർട്ടൽ. ഉത്സാഹ് പോർട്ടൽ എന്താണ്? ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പാക്കലും പിന്തുണയും വിലയിരുത്താനായിട്ട് UGC ആരംഭിച്ച പോർട്ടലാണ് ഉത്സാഹ് പോർട്ടൽ. അടുത്തത് അർദ്ധസൈനിക വിഭാഗമായ സശസ്ത്ര സീമാബലിന്റെ ഡയറക്ടർ ആരാണ്? രശ്മി ശുക്ലയാണ്. രശ്മി ശുക്ല. അർദ്ധസൈനിക വിഭാഗമായ സശസ്ത്ര സീമാബലിന്റെ ഡയറക്ടർ ജനറലായി നിയമിതയായത് രശ്മി ശുക്ലയാണ്. രശ്മി ശുക്ല. അടുത്ത നമുക്ക് 2021 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ. അത് 2023 കൊടുത്തല്ലേ, 69ാമത്തെ ആയിരുന്നു. അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഇപ്പം പുതിയത് കൊടുത്തു, എന്നാലും നമ്മളിത് ഒരുപാട് വട്ടം പറഞ്ഞതാണ്. നമുക്ക് ജസ്റ്റ് ഒരു വട്ടം എന്തായാലും ഇത് കണ്ട സ്ഥിതിക്കൊന്ന് വായിച്ചു പോവാം. അതായത് 69ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ. മികച്ച നോൺ ഫീച്ചർ ഫിലിം ഏതാണ്? മികച്ച നോൺ ഫീച്ചർ ഫിലിം ഏതാണ്? ഏക്താ ഗാവോം ആണ് മികച്ച നോൺ ഫീച്ചർ ഫിലിം. അടുത്തത് മികച്ച സിനിമ റോക്കട്രി ദ നമ്പി എഫക്റ്റ്. റോക്കട്രി ദ നമ്പി എഫക്റ്റ് അല്ലെ. അടുത്തത് മികച്ച സംവിധാനം നിഖിൽ മഹാജൻ. ചിത്രം ഗോദാവരി. മികച്ച സംവിധാനം നിഖിൽ മഹാജൻ, ഗോദാവരി. മികച്ച നടൻ ആരാണ്? അല്ലു അർജുൻ. അല്ലു അർജുനെ മികച്ച നടനാക്കിയ ചിത്രം ഏതാണ്? പുഷ്പയാണ്, പുഷ്പ. അടുത്തത് മികച്ച നടിമാർ 2 പേരുണ്ട് അല്ലെ, ആലിയ ഭട്ടും ഉണ്ട്, കൃതി സനോണും ഉണ്ട്. ആലിയ ഭട്ടിനെ മികച്ച നടിയാക്കിയ ചിത്രമാണ് ഗംഗൂഭായ് കത്തിയവാടി. ഗംഗൂഭായ് കത്തിയവാടി. അതുപോലെ കൃതി സനോണിനെ മികച്ച നടിയാക്കിയ ചിത്രമാണ് ഇത് മിമി. ഇതാണ് മിമി എന്ന ചിത്രത്തിന് കൃതി സനോണിനും ഒപ്പം ഗംഗൂഭായ് കത്തിയവാടി എന്ന ചിത്രത്തിന് ആലിയ ഭട്ടിനും ആ 2 ചിത്രത്തിനാണ് ഇവർ 2 പേരെയും മികച്ച നടിമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ജനപ്രിയ ചിത്രമാണ് RRR. മികച്ച ജനപ്രിയ ചിത്രമാണ് RRR. ഗായകൻ ആരാണ്? കാലഭൈരവ. മികച്ച ഗായകൻ കാലഭൈരവ. മികച്ച ഗായിക ശ്രേയാ ഘോഷാല്. അതുപോലെ തിരക്കഥ, മികച്ച തിരക്കഥ നായാട്ട് എന്ന ചിത്രത്തിന് ഷാഹി കബീറിന് കിട്ടി. ഷാഹി കബീർ. മികച്ച മലയാള ചിത്രം ഏതാണ്? ഹോം. മികച്ച മലയാള ചിത്രം ഹോം ആണ്. അടുത്തത് നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് കിട്ടിയത് മേപ്പടിയാൻ എന്ന ചിത്രത്തിന് വിഷ്ണു മോഹനാണ് കിട്ടിയത്. വിഷ്ണു മോഹന് മേപ്പടിയാൻ എന്ന ചിത്രത്തിനാണ് നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് കിട്ടിയത്. അടുത്തത് ദേശീയോദ്ഗ്രന്ഥത്തിനുള്ള നർഗീസ് ദത്ത് അവാർഡ്. ഇതെപ്പോഴും ചോദിക്കുന്നതാണ്. ദേശീയോദ്ഗ്രന്ഥത്തിനുള്ള നർഗീസ് ദത്ത് പുരസ്കാരം കിട്ടിയ ചിത്രമാണ് ദ കശ്മീർ ഫയൽസ്. ദ കശ്മീർ ഫയൽസ്. അടുത്തത് പാരിസ്ഥിതിക സംരക്ഷണ ചിത്രം. പേരിൽ തന്നെ ഉണ്ടല്ലേ, പാരിസ്ഥിതിക സംരക്ഷണ ചിത്രം ഏതാണ്? ആവാസ വ്യൂഹം. നമ്മുടെ ആവാസ വ്യൂഹത്തിനാണ് എന്ത് കിട്ടിയത്? മികച്ച പാരിസ്ഥിതിക സംരക്ഷണത്തിനുള്ള അവാർഡ് കിട്ടിയത്. അടുത്തത് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച മലയാള നടനാണ് ഇന്ദ്രൻസ്. പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച മലയാള നടനാണ് ഇന്ദ്രൻസ്.
ഈ ചോദ്യത്തോടു കൂടി 2023 ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ മൊത്തം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള 2023 കറണ്ട് അഫയേഴ്സ് 4 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. 4ലും ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. അതുപോലെ കേരളവുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ 2 ക്ലാസ്സുകൾ കൂടി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം 2023 കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ അവസാനം നടന്ന ആലപ്പുഴ ജില്ലയുടെ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്കും കൂടി വന്ന ചോദ്യങ്ങൾ, അതായത് എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് 2023 കറണ്ട് അഫയേഴ്സ് എവിടെ നിന്നാണ് ചോദിക്കുന്നതെന്ന് കണ്ടെത്തി ആ മെറ്റീരിയലിൽ നിന്നുമാണ് ഞാൻ ഈ ക്ലാസ്സുകളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായും എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വരും പരീക്ഷകളിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. എല്ലാവരും വേണ്ട രീതിയിൽ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക. ഒപ്പം LGS പരീക്ഷയ്ക്കും കൂടി ക്ലാസ്സുകൾ പ്രയോജനപ്പെടും തീർച്ചയാണ്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ചാനൽ ഷെയർ ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ്.